ദേശസ്നേഹികളായ സമാധാന പ്രേമികളായ മുസ്ലിം സമുദായമാണ്. ആ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം പാലിക്കുന്ന മൗനമാണ്. ഞാൻ ഇവരുടെ പലപ്പോഴും പറയുമല്ലോ, ഇവർ നമ്മളെ പൂരെ തെറി വിളിക്കുകയും കൊല വിളിക്കുകയും രാജ്യത്തിനെതിരെ തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ കാണിച്ച് സംസാരിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന ഈ മുസ്ലിങ്ങളാണ് അപകടകാരികൾ. ഈ തെറി പറഞ്ഞ് നമ്മുടെ ലൈവ് ചാറ്റിൽ വരുന്ന ആളുകളോട് ഇങ്ങനെയല്ല മതം വിട്ടവരോട് പ്രതികരിക്കേണ്ടത്. നിന്റെയൊക്കെ ഈ അറപുറഞ്ചൻ തെറിവിളികൾ കാരണം ഒരു സമുദായം മുഴുവനും എതിർപക്ഷത്ത് ഇതിന്റെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് മാന്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, മര്യാദയ്ക്ക് സംസാരിക്കണം. നിന്റെ വീട്ടിൽ നിന്റെ തള്ളയോടും തന്തയോടും സംസാരിക്കുന്ന രീതിയിൽ പബ്ലിക്കിൽ ഇറങ്ങി വരുമ്പോൾ അവർ ഇത് മുഴുവൻ മുസ്ലിങ്ങളും ഈ രൂപത്തിലാണ് എന്ന് പറഞ്ഞു വെക്കുവാണ്. അത് ഇസ്ലാം എന്ന മതത്തിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ടുന്ന, ഒറ്റപ്പെടുത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമുള്ളത് ഇവർക്കാണ്. അഗ്രസീവായ വയലൻസിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് വളരെ കുറ്റകരമായ ഒരു മൗന മഹാഭൂരിപക്ഷം പലപ്പോഴും ഭൂരിപക്ഷ മുസ്ലിങ്ങൾ പാലിക്കുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഭയപ്പെടേണ്ട കാര്യം. ഇവർ പല പേരിലും വരും. ഇവരിപ്പോ പുതിയ പേരിൽ കത്തയച്ചു, താമരശ്ശേരി ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. ഇസ്ലാമിക മൗലികവാദികൾ നിരോധിക്കപ്പെട്ടപ്പോഴൊക്കെ പല പേരുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവരെ എന്നല്ല, ഇന്ത്യയിലെ എല്ലാ മതമൗലികവാദ പ്രവർത്തനങ്ങളെയും നമ്മൾ പൊതുവെ താലിബാനിസം എന്ന് വിളിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനത്തെയും ഒക്കെ തടയിടാൻ ഒരു വഴിയേ ഉള്ളൂ. അവരുടെ ഏറ്റവും വലിയ ബലം വിദേശ മൂലധനമാണ്, വിദേശത്ത് നിന്ന് വരുന്ന പണമാണ്. പല പേര് പറഞ്ഞിട്ട് അവർ സംഭരിച്ചെടുക്കുന്നുണ്ട്. സാധുക്കളായി വിദേശത്ത് പണിയെടുക്കുന്ന പ്രവാസികളെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് പിരിച്ചെടുക്കുന്നുണ്ട്. രണ്ട്, പല പേരിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ബൈത്തുൽ മാൽ എന്ന പേരിൽ കിട്ടുന്ന ഫണ്ടുണ്ട്. അതൊക്കെ നമ്മുടെ നിയമപ്രകാരം നിയമവിധേയമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഇവരുടെ അവകാശവാദം ഇപ്പോഴും ശരിയാണ്. ഞങ്ങൾ നിയമവിധേയമായിട്ട് പ്രവർത്തിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തിന്റെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഭീഷണി ഇവിടെ സംസാരിച്ച എല്ലാ സുഹൃത്തുക്കളും ഓർക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ ആസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്താൻ കേരള പോലീസ് തീരുമാനിച്ചാൽ കേരള പോലീസിന്റെ വാഹനങ്ങൾ എത്തുന്നതിന് മുമ്പേ അവിടുത്തെ മുഴുവൻ തെളിവുകൾ നശിപ്പിക്കാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർക്കു വേണ്ടി സംസ്ഥാന സർക്കാർ സംസാരിക്കുന്നത്? ഇവരെ പ്രീണിപ്പിക്കുന്ന, ഇവരെ പിന്തുണയ്ക്കുന്ന ഒരു നയം സ്വീകരിക്കുകയും ഇവർക്കെതിരെ ഒരു റെയ്ഡ് വരുമ്പോൾ ഇവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വപ്പെട്ട തീവ്രവാദത്തെ എതിർക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരു സർക്കാർ ആ റെയ്ഡിനു പോലും എതിർക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ഒരു ആരോപണം, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന ഒരു ആരോപണം, പിണറായി വിജയന്റെ പോലീസിനകത്ത് RSS വലിയ തോതിൽ സ്വാധീനം നേടിയിരിക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ പോലീസിനകത്ത് ഇസ്ലാമിക മൗലികവാദികളുടെ സ്വാധീനം ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഈ നമ്മുടെ ജോസഫ് മാഷ കൈവെട്ടിയ കേസിനെ കുറിച്ച്, ആ കേസിൽ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. അതിനകത്ത് അദ്ദേഹം നേരിട്ട് ഏറ്റവും ഞെട്ടിക്കുന്ന ചോദ്യം, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വന്ന അദ്ദേഹത്തെ കേസ് അന്വേഷണത്തിന് വന്ന ഒരു മുസ്ലിം പേരുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, അങ്ങേ ഞാൻ കൂട്ടും, കാരണം അങ്ങ് എന്റെ മതത്തിനെതിരാണ്, അങ്ങ് എന്റെ വിശ്വാസത്തിനെതിരാണ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കേസുകളിൽ എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുന്നത്? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് പോലീസിനകത്ത് എല്ലാവിധ മൗലികവാദികളുടെയും സ്വാധീനമുണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിക മൗലികവാദികൾക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് മഞ്ചേരിയിലെ NDF-ന്റെ ആസ്ഥാനം, അന്ന് NDF-ന്റെ ആസ്ഥാനം, പിന്നീട് വേണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനം, ഇപ്പൊ വേണമെങ്കിൽ SDPI. ഒന്ന് ആലോചിച്ചു, ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരത്തോട് കൂടി പ്രവർത്തിക്കുന്ന SDPI-യുടെ കൊടി പിടിച്ച് നടക്കുന്നത് ഇന്നലെ വരെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടി പിടിച്ച് നടന്നവർ തന്നെയാണ്. അവർക്ക് എന്തിനാണ് പുതിയ പാർട്ടി തീർച്ചയായിട്ടും പുതിയ പേരിട്ടും വരുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല, ഞാനത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, വലിയ ജാഗ്രത ആവശ്യമുള്ളത് ഇവിടെ സംസാരിച്ച എല്ലാ സുഹൃത്തുക്കളുടെയും കൺസേൺ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ കൺസേൺ വേണ്ടത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. എന്തുകൊണ്ടെന്നാൽ ഇവര് മാനം കെടുക്കുന്നത്, ഇവരെ അപമാനിക്കുന്നത് ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വലിയ പങ്കുവഹിച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തന്നെ അഭിമാന ബോധത്തെയാണ്, ദേശസ്നേഹത്തെയാണ്. രണ്ട്, ദേശീയ മുസ്ലിം എന്നൊരു വിഭാഗമുണ്ട്. അവരിന്ന് സമ്പൂർണ്ണമായും സൈലന്റ് ആണ്. ദേശീയ മുസ്ലിം വിഭാഗം എന്ന് പറഞ്ഞാൽ മതത്തെക്കാൾ ദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു കോസിന് വേണ്ടി മരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം കൽപ്പിച്ച വിപ്രകാരം ഏതെങ്കിലും ഒരു കോസിന് വേണ്ടി മരിച്ചാൽ സ്വർഗം കിട്ടുമെങ്കിൽ അത് തന്റെ ദേശത്തിന് വേണ്ടിയാണ്, ജന്മനാടിന് വേണ്ടി മരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാതെ ഈ അന്യമത വിരോധത്തിന്റെ പേരിൽ ക്രിസ്ത്യാനിയെയോ ഹിന്ദുവിനോടോ ഉള്ള വിദ്വേഷത്തിന്റെ പേരിൽ അവനോട് അക്രമം ഉണ്ടാക്കിയിട്ട് അവനെ കൊന്നിട്ട് മരിച്ചു ചെന്നാൽ കിട്ടാനുള്ളതല്ല സ്വർഗം എന്ന നേരായ വിശ്വാസം ഉള്ളവരാണ് മുസ്ലിങ്ങൾ. ആ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇവർ അപമാനിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാം. ഇനി ഇസ്ലാമിന്റെ രക്ഷക്ക് സംഘപരിവാറിനെ നേരിടാൻ, RSS-നെ നേരിടാൻ ഒരു ഇസ്ലാമിക് RSS എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവരൊക്കെ വന്നത്. ഇവർക്ക് മുമ്പേ വന്നത് ISS ആണ്, അബ്ദുൽ നാസർ മദനിയുടെ പ്രസ്ഥാനം. അത് കഴിഞ്ഞിട്ടാണ് NDF വന്നത് 93-ൽ. അത് കഴിഞ്ഞിട്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് SDPI ഉണ്ടാകുന്നു. ഇവര് ഓർക്കേണ്ട ഒരു കാര്യം, ഇവരെ മുൻനിർത്തിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹം ഓർക്കേണ്ട ഒരു കാര്യം, ഇവര് RSS-നെ നേരിടാൻ പോയിട്ട് നടത്തിയ അക്രമത്തെക്കാൾ
ഇവിടുത്തെ സെക്കുലറായ ദേശീയവാദികളായ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, സമാധാന പ്രേമികളായ മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെയാണ് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിച്ചിട്ടുള്ളത്. ഞാൻ എണ്ണി പറയാം, എത്രയോ ഉദാഹരണങ്ങൾ. സമയക്കുറവുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. താനൂരിൽ ഒരു ഫക്കീർ ബാബ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ധവിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വരുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് ജനിച്ച വെള്ളം കൊടുക്കും. അതിന്റെ പേരിലാണ് ഫക്കീർ ബാബയെ കൊന്നത്. ആ മനുഷ്യൻ ഒരു ആയുധവും എടുത്തിട്ടില്ല. അദ്ദേഹം ഒരു RSSന് വേണ്ടി പണിയെടുത്തിട്ടില്ല. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എതിരായിട്ടും ഒന്നും നീങ്ങിയിട്ടില്ല. ഒരു സാധുവായ മനുഷ്യനാണ് ആദ്യം കൊന്നത്. മഞ്ചേരിയിൽ എന്റെ ആത്മമിത്രമായിരുന്ന ശംസുദ്ദീൻ പുന്നക്കൽ എന്ന CITU തൊഴിലാളി നേതാവിനെ തുണ്ടമാക്കി വെട്ടി നുറുക്കിയവർ. അപാരമായ ഭാഗ്യം കൊണ്ട് കുറച്ചു കാലം കൂടി ഞങ്ങളോടൊപ്പം ജീവിക്കാൻ അവസരം ഉണ്ടായി. പിന്നീട് അവൻ മരിച്ചു. എന്തായിരുന്നു NDF-കാരുടെ കുറ്റം? മഞ്ചേരിയിൽ ഒരു ശാസ്ത്രമേള നടക്കുമ്പോൾ ആ ശാസ്ത്രമേളയിൽ അന്നത്തെ NDF-കാർ കടന്നു കയറിയിട്ട് അവിടെ വസ്ത്രം ധരിച്ചു വന്ന പെൺകുട്ടികളുടെ വസ്ത്രധാരണം ചെയ്യപ്പെടുത്താൻ നടന്നു വരും. അതിനെതിരായിട്ട് ശംസു കൂട്ടർ അവിടെ കയറി ഇവരെ അടിച്ചു ഓടിച്ചു. അതിന്റെ പ്രതികാരത്തിലാണ് ശംസുദ്ദീനെ മഞ്ചേരി എണ്ണാടിയിലിട്ട് വെട്ടിയത്. ആലോചിച്ചു. ഇത്തരം അനുഭവങ്ങൾ. മൂവാറ്റുപുഴയിൽ ഒരു അഷ്റഫ് ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നല്ലോ. NDF-നെതിരായി പ്രസംഗിച്ചപ്പോ അഷ്റഫിനെ ആക്രമിച്ചല്ലോ. ഇത്തരം സംഭവങ്ങൾ ധാരാളം ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഇവര് RSSനെ നേരിടാൻ ഇവർ എവിടെയാണ് പോയത്? അങ്ങനെയാണെങ്കിൽ RSSന്റെ പേരിൽ അക്രമം ആരോപിക്കപ്പെട്ട എവിടെയെങ്കിലും ഇവർ പോയിട്ടുണ്ടോ? ഇവർ പോയത് എന്നും സമാധാന പ്രേമികളായി ദേശത്തെ സ്നേഹിച്ചുകൊണ്ട് സർവ്വമത സാഹോദര്യത്തോടെ എല്ലാ മതങ്ങളെയും, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് ജീവിച്ചു വന്ന സമാധാനപ്രിയരായ കേരളത്തിലെ സമാധാനം കെടുത്താനാണ് ഇവർ പോയത്. ഇവർ കേരളത്തെ താലിബാനാക്കാനാണ് ശ്രമിക്കുന്നത്. കേരളമായാൽ മതി എന്ന് പറയാനും അവരെ നിലക്ക് നിർത്താനും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ജാഗ്രത പാലിക്കേണ്ടത്. ഇവിടെ സംസാരിച്ച എല്ലാ സുഹൃത്തുക്കളുടെയും കൺസേൺ ഞാൻ പങ്കിടുന്നു. പക്ഷേ നിങ്ങളെക്കാളൊക്കെ ആ കൺസേൺ പാലിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ്, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ. ഞാൻ ചോദിക്കട്ടെ, ജോസഫ് മാഷെ കൈവെട്ടി. ജോസഫ് മാഷ് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്ന്, ആ കൈവെട്ട് കേസിലെ പ്രതി പിന്നീട് അദ്ദേഹത്തെ വിട്ടയച്ചു. ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ചു. ആലോചിച്ചു. അപ്പൊ ആ അക്രമത്തിന് പോയവരെക്കാൾ വലിയ അക്രമികൾ ആരാണ്? ആ അക്രമത്തിന് പോകാതെ വീട്ടിലിരുന്ന് ഈ തീവ്രവാദികൾ കൊലവിളികളും തെറിവിളികളും ഭീഷണികളുമായി വരുമ്പോൾ അവരെ പിന്താങ്ങുന്ന മതമൗലികവാദികൾ അവരാണ് ഇവരെക്കാൾ കൊടും ഭീകരർ. കാരണം ഇവരെ പിന്തുണയ്ക്കുമ്പോൾ അവര് പറഞ്ഞത് ശരിയാണല്ലോ, അത്രയും തെറി നിനക്ക് വേണം, അത്രയും ഭീഷണി നിനക്ക് വേണം, നിന്റെ തല എടുക്കേണ്ടത് തന്നെയാണ്, അത് ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും എടുത്തോളും, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, അവന്റെ മതത്തെ വിമർശിച്ചത് കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്ന കമന്റുകൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ നിറഞ്ഞു കിടക്കുക. അതിന്റെ അർത്ഥം എന്താ? ഇവരും അവനെ പോലെ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുഴുവനും ഈ രൂപത്തിലുള്ളവരാണ് എന്ന് പറയാൻ കാരണം. അല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം എവിടെയെങ്കിലും ഇരുന്ന് ഒരു തീവ്രവാദ ആക്രമണം നടത്തുകയോ ഒന്ന് പൊട്ടിത്തെറിക്കുകയോ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു, ഏതോ ഒരു മുസ്ലിം അങ്ങനെ ചെയ്തതിന്റെ പേരില് എന്തിനാണ് മുഴുവൻ മുസ്ലിങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്ന ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നു. സുഹൃത്തെ, അത് വേണ്ട. ഇവരെ പ്രതിരോധിക്കാൻ ഞങ്ങളെക്കാൾ കൂടുതൽ മുൻപന്തിയിൽ നിങ്ങൾ നിന്നാൽ ശരിയായിട്ടുള്ള ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഇങ്ങനെ തെറിവിളികളും തീവ്രവാദങ്ങളുമായി നടക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ പ്രവർത്തനമാണ്. പക്ഷേ നിങ്ങൾ അതിനേക്കാൾ വലിയ ഭീകരതയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് ഏതു മതവും സ്വീകരിക്കാനും ഏതു മതവും വിശ്വസിക്കാനും ഏതു മതവും ഉപേക്ഷിക്കാനും ഏതു മതത്തെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാനും വിമർശിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്തിരുന്നിട്ട് എനിക്ക് എന്റെ ഇസ്ലാമിനെ വേണ്ട, ഞാനത് ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന വസ്തുത തുറന്നു പറയുമ്പോൾ എന്നെ ചീത്തകൾ കൊണ്ട് ആവരണം ചെയ്യുന്നു. കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എത്രയെത്ര വധശ്രമങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യത്ത് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇവിടെ തീവ്രവാദ സംഘടനകളെ ഉന്മൂലനം ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനുണ്ട്. ആ രാജ്യം ഈ തീവ്രവാദികളെ അമർച്ച ചെയ്യാനും ഇസ്ലാം മത ഭീകരതയെ ഉന്മൂലനം ചെയ്യാനുമുള്ള തീരുമാനങ്ങളും ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവരെ ആശയപരമായി നേരിടാൻ സാധിക്കാതെ വരുന്ന ആളുകളോട് കൺവിൻസ് ചെയ്യാൻ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ഇന്ത്യ ഒരു ഡെമോക്രറ്റിക് കൺട്രിയാണ് എന്ന് സേയൂസിനെ പോലെയുള്ള ആളുകൾ നിന്റെ വിഭാഗങ്ങളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. എന്തുകൊണ്ടാണ് ഈ ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത്? നിന്നെ പോലെയുള്ള ആളുകൾ ഇത്തരം ഭീകരന്മാരെയും തീവ്രവാദികളെയും രാജ്യവിരുദ്ധരെയും കാമഭ്രാന്തന്മാരെയും ഉമ്മയെയും സഹോദരിമാരെയും തിരിച്ചറിയാതെ വേശ്യാസ്ത്രീകൾ വളർത്തുന്ന മക്കൾ
ഈ രൂപത്തിൽ വന്ന് പ്രതികരിക്കുമ്പോൾ അവരെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം നിന്നെ പോലെയുള്ള ആളുകൾ ഏറ്റെടുത്താൽ എല്ലാ മുസ്ലിങ്ങളെയും അടച്ചാരും ആക്ഷേപിക്കില്ല, കാടടച്ചാരും വെടിവെക്കില്ല. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കൊണ്ട് മാത്രം, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന്റെ പേരിൽ മാത്രം ഈ രാജ്യത്ത് നിന്നോ കേരളത്തിൽ നിന്നോ ഒന്നും തീവ്രവാദം ഉന്മൂലനം ചെയ്തു പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. AP അഹമ്മദ് സർ പറഞ്ഞതുപോലെ ഇന്ന് ആ സംഘടന നിരോധിച്ചാൽ നാളെ മസ്ജിദുൽ ഇസ്ലാം എന്നോ ഇസ്ലാമിൽ മസ്ജിദ് എന്നോ അതല്ലെങ്കിൽ മദ്രസത്തു തഅലീമിയ എന്നോ ഒക്കെ ഉള്ള പേരിൽ പൂർവാധികം ശക്തിയോടുകൂടി ഈ തീവ്രവാദത്തെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാൻ സജ്ജരായിട്ട് ഇവർ രംഗത്തിറങ്ങും, സംശയം. അപ്പോൾ 67 കോടി രൂപ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ വന്നത് നിരോധിക്കപ്പെട്ട സംഘടനയുടെ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു? ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളെ വിറപ്പിച്ച് പറന്നിറങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ഒരു ദിവസം, അതായത് 8-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മണിക്കൂറുകൾ ED സംഘം കളത്തിലിറങ്ങി കട്ടയ്ക്ക് പണിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് SDPI സംഘങ്ങളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി സീല് വെച്ച് അടച്ചുപൂട്ടി. കേരള പോലീസ് കൈവയ്ക്കാൻ മടിച്ചിടത്ത് ED പറന്നിറങ്ങിയത്. ഇപ്പോ ശരിയല്ലേ? ഇവരെ റെയ്ഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇവിടെ പറന്നിറങ്ങിയ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഒരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് എന്ന്. അതെ രമേശ്, ഇവര് പട്ടിണി കിടന്നാലും ഇവരുടെ കയ്യിൽ AK-47 ഉണ്ടാകും. അത് ഖുർആനിന്റെ പവർ എല്ലാവർക്കും കാര്യം മനസ്സിലായി. അത് അഫ്ഗാനിൽ നമ്മൾ കാണുന്നു. പട്ടിണി കിടക്കുന്നവന്റെ കയ്യിലും ആയുധമുണ്ട്. നമ്മൾ അഫ്ഗാനിലും അത് തന്നെ കാണുന്നു, ബംഗ്ലാദേശിലും അത് തന്നെ കാണുന്നു, ഇറാനിൽ, ഈജിപ്തിൽ, സിറിയയിൽ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇവരെ നമ്പരുത് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കേരള സംസ്ഥാനത്ത് ഏറ്റവും വ്യാപകമായി ഈ തീവ്രവാദികൾ അഴിഞ്ഞാടിയ സാഹചര്യം, കാലഘട്ടം ആരുടെ ഭരണ സമയത്താണെന്നും ആരാണ് അതിനു വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ഉണ്ടാക്കിയതെന്നും ചിന്തിച്ചാൽ മതി. ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ സംശയ നിഴലിലുള്ള SDPI PFI കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിരന്തരം കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചെറുവിരൽ അനക്കാതെ പിണറായി ചില കൂട്ടരെ പ്രീണിപ്പിക്കുകയായിരുന്നു. ഒടുക്കം കേന്ദ്രം തന്നെ നേരിട്ടിറങ്ങി. ED സംഘം ഇരച്ചെത്തിയതും വിദേശത്തുള്ള പിണറായിക്ക് നിലയ്ക്കാതെ ഫോൺ കോളുകൾ. ഫോണും ഓഫാക്കി പിണറായി കുവൈറ്റിലെ കൊട്ടാരം ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കാളിയായി. PFI SDPI കൂട്ടരെ താങ്ങാൻ പോയാൽ കേന്ദ്രം പണി തരുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതുകൊണ്ട് നൈസായിട്ട് തടിതപ്പി. പോപ്പുലർ ഫ്രണ്ടിനെതിരെ മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ മുഖമായ SDPIയും അവരുടെ കേന്ദ്രങ്ങളും ഹിറ്റ് ലിസ്റ്റിലാണ്. SDPI കേന്ദ്രങ്ങളിലും വ്യാപക റെയ്ഡ് നടന്നു, സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു. ED സംഘം എത്തിയതും ബഹളം വെച്ച് SDPI PFI സംഘങ്ങൾ പ്രതിഷേധിച്ച് എത്തിയിരുന്നു. ഇവർ ബഹളം വെക്കുകയും നിലത്തിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നാൽ കൊല വിളിച്ചു വന്നവരെ ED സംഘം അടിച്ചോടിച്ചു. പോപ്പുലർ ഫ്രണ്ട് 67 കോടി രൂപ ഒഴുകിയെത്തിയ കേന്ദ്രം ഇന്ന് ED വളഞ്ഞു എന്നോ അവരെ പൂട്ടിയെന്നോ അവരെ തൂക്കിയെടുത്ത് തിഹാറിലേക്ക് പറന്നെന്നോ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ, മുഖ്യധാരാ ചാനലുകൾ, മുഖ്യധാരാ നവോത്ഥാന നാറികൾ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടോ? കേൾക്കില്ല. എന്താ കാരണം? അവരിതിനെ താലോലിച്ചു കൊണ്ട് നടക്കുവാണ്. ഒന്നാമത്തെ കാര്യം, മാധ്യമങ്ങളിൽ ഭയമാണ്. ഈ ഭീകരവാദികളെ സംബന്ധിക്കുന്ന വാർത്തകൾ കൊടുത്താൽ അടുത്ത ദിവസം മാധ്യമ സ്ഥാപനം ഒരു പിടിച്ചാരമായി മാറും. 67 കോടി വില മതിക്കുന്ന സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇതുവരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 129 കോടിയുടെ വസ്തുക്കളാണ് കണ്ടുകെട്ടിയത്. തിരുവനന്തപുരത്തെ SDPI ഭൂമി, പന്തളത്തെ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിസ്റ്റ് സെന്റർ ട്രസ്റ്റ്, ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ പഞ്ചായത്തിലെ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ആണ്. 24 ഏക്കർ വിസ്തൃതിയിലാണ് ഗ്രീൻ വാലി അക്കാദമി പ്രവർത്തിച്ചിരുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര കേന്ദ്രമായ ഇവിടം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി പരാതി ഉണ്ടായിരുന്നു. എന്നിട്ടും മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും എടുത്തില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും നേതാക്കളെ അകത്തിടുകയും ചെയ്ത 2022-ലാണ് ഗ്രീൻ വാലിക്ക് ED നോട്ടീസ് നൽകിയത്.
അതിന്റെ ഭാഗമായി ഇപ്പോൾ ഗ്രീൻ വാലിയുടെ സകല സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ മറവിൽ ഭീകര കേന്ദ്രം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആരോപണം. NIA ഇവർക്ക് വിദ്യാഭ്യാസം എന്ന ഒന്നില്ല, ഇവർക്ക് ആഭാസം മാത്രമേ ഉള്ളൂ. ഇവർക്ക് വാദമുണ്ട്, മത തീവ്രവാദമാണ് ഇവരുടെ വാദം. വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഇവര് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ? വിദ്യ അഭ്യസിക്കാൻ പോയ പെൺകുട്ടികൾ ആ കലാലയത്തിനകത്ത് നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വെല്ലുവിളിക്കുന്നു, മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ ഈ രാജ്യത്തിനെതിരെ അവർ പബ്ലിക് വേദികളിൽ ഘോരം വീമ്പിളക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവര് പഠിക്കാനല്ല പോയത്. ആ രൂപത്തിൽ വിദ്യ അഭ്യസിച്ച് ഈ രാജ്യത്തിന് ഏതെങ്കിലും രൂപത്തിൽ മുതൽക്കൂട്ടാകുക എന്ന രൂപത്തിലല്ല അവരാലയങ്ങളിൽ പോയിട്ടുള്ളത്. എവിടെയായിരുന്നാലും ശരി, അവർക്ക് അവരുടെ മതം വളർത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാകണം. പക്ഷേ ഈ രാജ്യം ഇന്ന് ഭരിക്കുന്നത് നരേന്ദ്രമോദിയായി പോയി. നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ മോദി ഭാരതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിച്ച് ഉസ്താദുമാരുടെ കാലിന്റെ ഇടയിൽ സൂക്ഷിച്ചോ, ഇവിടേക്ക് അത് എടുക്കണ്ട. ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവനും ഇല്ലായ്മ ചെയ്ത് നിനക്കൊക്കെ മാത്രം ഒരു പാകിസ്ഥാനാക്കിയോ ഒരു അഫ്ഗാനാക്കിയോ ഒക്കെ താലിബാനോളികളായിട്ട് നിങ്ങൾക്ക് ഇവിടെ അങ്ങ് ഭരിച്ചടക്കാമെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് ഇടി മലപ്പുറം വളഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു നെതന്യാഹു മാത്രം വിചാരിച്ചാലൊന്നും ലോകത്ത് നിന്ന് തീവ്രവാദം ഇല്ലാതായി പോകത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നെതന്യാഹു വിചാരിച്ചാലോ ഒരു നരേന്ദ്രമോദിയോ ഒരു ട്രംപോ വിചാരിച്ചാലൊന്നും നടക്കില്ല. മറിച്ച് ഇവിടെയുള്ള സാമൂഹ്യ അന്തരീക്ഷം, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ മാറണം, മാറി ചിന്തിക്കണം. അവർ ഈ തീവ്രവാദികളെ പ്രതിരോധിക്കാൻ സജ്ജരായി രംഗത്ത് വരാതെ ഈ തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ, ഇവരെ നിയന്ത്രിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഇവര് തന്നെ രംഗത്തിറങ്ങണം. എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എന്ന് ഇവര് തന്നെ മനസ്സിലാക്കാതെ, ഇവര് തന്നെ അതിനെതിരെ രംഗത്ത് വരാതെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് ഒരുപാട് മുസ്ലിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും ശക്തമായ രൂപത്തിൽ രംഗത്ത് വരികയും ചെയ്യുന്നത് ഒരു നല്ല ലക്ഷണമാണ്. ഇതുപോലെയുള്ള തീവ്രവാദികളെ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ലാഹു പറയുന്നു, ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് സഹായികളാണ്. ഇവിടെ പഠിക്കേണ്ട പാഠം യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയ, ജൂത നസാറാക്കളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. ജൂതനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. എന്തെന്നറിയോ? ബഅ്ളുഹും ഔലിയാഉ ബഅ്ൾ, അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഈ മതേതര ഭാരതത്തിലാണ് ഈ മനുഷ്യൻ തോളോട് തോള് ചേർന്ന് ഐക്യത്തോടു കൂടി ജീവിക്കുന്നു എന്ന് ഇവര് തന്നെ വീമ്പിളക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അങ്ങനെ ഒരു അപരനാമം കൂടിയുള്ള ഈ കൊച്ചു കേരളക്കരയിലാണ് അലിയാർ കാസിമിയെ പോലെയുള്ള കൊടും ഭീകരൻ ഇത് പറയുന്നത് എന്ന് മറക്കരുത്. ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും നസാറാക്കളോടും മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന മാനദണ്ഡത്തെ കുറിച്ചാണ് ഇദ്ദേഹം ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല, അത് ഖുർആൻ പറഞ്ഞതാണ്. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പോൾ ജൂതന്മാരെയും നസാറാക്കളെയും ബഹുദൈവ വിശ്വാസികളെയും ഒന്നും നമ്മൾ ഉറ്റമിത്രങ്ങളാക്കരുത്. നമ്മൾ ഉറ്റമിത്രങ്ങളാക്കേണ്ടതാരെയാ? പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും അഫ്ഗാനികളെയും ഒക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് വ്യാജ ആധാറുകൾ ഉണ്ടാക്കി കൊടുത്ത് വ്യാജ രേഖകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ നമ്മൾ തോളോട് തോള് ചേർന്ന് നെഞ്ചോടടുക്കി കെട്ടിപ്പിടിക്കും. കാരണം അവരൊക്കെ മുറിയന്മാരാണല്ലോ. ഒന്നുമല്ലെങ്കിൽ നാളെ
പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ കുറെ ബംഗ്ലാദേശികളും പാക്കികളും അഫ്ഗാനികളും ഒക്കെ നമ്മുടെ നാട്ടിൽ കിടന്നാലല്ലേ നമുക്ക് കുറച്ചുകൂടി ഒരു ആർജവം ഉണ്ടാകത്തുള്ളൂ ഇന്ത്യയെ അടിക്കാൻ. അകത്ത് നിന്ന് നമ്മളും പുറത്ത് നിന്ന് അവരും അടിച്ചാൽ പെട്ടെന്ന് ഇന്ത്യയെ വീഴ്ത്താമല്ലോ. എങ്ങനെയാണ് ദിവസം നൂറുകണക്കിന് ബംഗ്ലാദേശികളെ ഈ രാജ്യത്ത് നിന്ന് വ്യാജരേഖകളിൽ താമസിക്കുന്നു എന്ന രൂപത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉദ്യോഗസ്ഥർ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദിന് സമീപമുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായി 17 ബംഗ്ലാദേശി സ്ത്രീകൾ പിടിയിൽ. അഹമ്മദാബാദിലാണ് സംഭവം. അഹമ്മദാബാദിന് സമീപമുള്ള സോള പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായി താമസിക്കുന്ന 17 ബംഗ്ലാദേശി സ്ത്രീകളെയാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 21-നും 49-നും ഇടയിൽ പ്രായമുള്ള ഈ സ്ത്രീകൾ സാധുവായ രേഖകളില്ലാതെ വാടക വീടുകളിൽ താമസിക്കുന്നതായി പോലീസ് കണ്ടെത്തി. ബംഗ്ലാദേശികൾക്കെതിരെ കടുത്ത നടപടിയാണ് കേന്ദ്രം എടുക്കുന്നത്. പ്രദേശത്ത് നിരവധി ബംഗ്ലാദേശി പൗരന്മാരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക രഹസ്യ വിവരത്തെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ HM കൻസാഗര പറഞ്ഞു. വിവരം ലഭിച്ച ഉടൻ തന്നെ സോള പോലീസ് സ്റ്റേഷനിലെ സംഘങ്ങൾ 4-5 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി അതിർത്തി ഏജന്റുമാർ വഴി അനധികൃതമായി ഭാരതത്തിലേക്ക് കടന്ന 17 സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത സ്ത്രീകൾ വീട്ടുജോലിക്കാരായും തൊഴിലാളികളായും ജോലി ചെയ്യുന്നവരാണെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വേശ്യാവൃത്തിയും സംഘടിത അതിർത്തി റാക്കറ്റുകൾ ഉൾപ്പെടുന്നവരുമായി ഇവർക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. വേശ്യാവൃത്തിയോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ അവർക്ക് എന്തെങ്കിലും അതിർത്തി കടത്തുമായി ബന്ധമുണ്ടോ, ദേശവിരുദ്ധ ശൃംഖലയുമായി ബന്ധമുണ്ടോ എന്ന് വെളിപ്പെടുത്തുമെന്നും SP പറഞ്ഞു. ഇവരെങ്ങനെയാണ് നമ്മുടെ നാട്ടിലെത്തിയത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? ആരാണ് ഇവർക്ക് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇവർക്ക് വേണ്ടുന്ന എല്ലാ ഇവരുടെ നാട്ടിലെ ക്രിമിനലുകളാണ്. ഇവരുടെ നാട്ടില് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ജാമ്യമെടുക്കാതെ കേസിന് പോകാതെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് സുരക്ഷിതമായി ജോലി ചെയ്ത് കുടുംബത്തോടൊപ്പം നിർഭയം ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കും. എന്തിനാ? ഇവിടെ വന്നിട്ട് വേണം ഇവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഒന്ന് മതം മാറ്റാൻ, മതം പഠിപ്പിക്കാൻ, ക്രിമിനൽ വാസനകൾ നമ്മുടെ നാട്ടിൽ ഒന്ന് അതൊക്കെ കൊണ്ടൊന്ന് അലങ്കരിക്കാൻ. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഈ തീവ്രവാദികളെ സംബന്ധിച്ച് ശരിക്കും പഠിച്ചു, ശരിക്കും മനസ്സിലാക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ഇവരെ കരുതിയിരിക്കണം. നിന്റെയൊന്നും തന്തയുടെ തറവാടല്ല ഇന്ത്യ. പിതാവിന്റെ പാകിസ്ഥാൻ അല്ല, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്. ഇത് ആരുടെയും പിതാവിന്റെ പാകിസ്ഥാൻ അല്ല. നവരാത്രി ഉത്സവം കുളമാക്കാൻ ശ്രമിച്ച കലാപകാരികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി നിതീഷ് റാണ. നവരാത്രി ദിനത്തിൽ ഗർഭ കളിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് നേരെ മുട്ടയെറിഞ്ഞത് അത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒഡീഷയിലും ഇതിന് സമാനമായ രീതിയിൽ ആക്രമണം നടത്താൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമം നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പോലീസുകാർക്കും മറ്റു ജനങ്ങൾക്കും നേരെ അവിടെ അക്രമം അഴിച്ചുവിടുകയും അവർക്ക് നേരെ കല്ലേറ് നടത്തുകയും ചെയ്തത് വലിയ വാർത്തയായ കാര്യമാണ്. മാത്രമല്ല അതേസമയം കലാപകാരികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പാണ് നിതീഷ് റാണ നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്. ഇവിടെ ആദ്യം ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു താല്പര്യങ്ങളായിരിക്കും പരിഗണിക്കുന്നത്. തുടർന്ന് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കും. ഇത് ആരുടെയും പിതാവിന്റെ പാകിസ്ഥാൻ അല്ല, ഇത് ഹിന്ദുസ്ഥാനാണ്. എന്റെ പ്രസംഗം കേൾക്കാൻ ആരെങ്കിലും രഹസ്യമായി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് അവർ മനസ്സിലാക്കണം. ഇവിടെ ഇതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. ഏറ്റവും കൂടുതൽ ആദ്യം ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. മറിച്ച് നമുക്ക് പറയാനുള്ളത് എന്താ? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവനോട് ഈ വരാൻ പറ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ഭാരതത്തിൽ ആര്, എന്ത്, എപ്പോൾ ഇതെല്ലാം ഭരണഘടനയിൽ അധിഷ്ഠിതമാണ്. ഈ രാജ്യത്ത് മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഇതരത്വമാണ് നടക്കേണ്ടത്. അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ ഭരണഘടന അനുശാസിക്കും വിധം എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള റൈറ്റ്സുകൾ ലഭിക്കണം. അത്രേ ഉള്ളൂ. അതിന് ബംഗ്ലാദേശികൾക്കു വേണ്ടി, പാകിസ്ഥാനികൾക്കു വേണ്ടി, അഫ്ഗാനികൾക്കു വേണ്ടി തണലൊരുക്കുന്ന, അവർക്ക് ഈ നാടിനെ തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മതമൗലികവാദികളായിട്ടുള്ള ഭീകരവാദികളോട് നമുക്കൊന്നും പറയാനില്ല.
അവർക്ക് ഈ രാജ്യത്തെ ഒരു ഭീകരവാദ രാജ്യമാക്കി മാറ്റണം. മുസ്ലിങ്ങൾ മാത്രം അവരുടെയൊക്കെ വാപ്പാമാർക്ക് സ്ത്രീധനം കിട്ടിയതാണ് ഇന്ത്യ എന്ന് കരുതുന്നത് കൊണ്ടും അത്തരം ആശയങ്ങൾ ഈ നാട്ടിൽ അവരെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുമാണ് ഈ മതം തന്നെ ആളുകൾ വലിച്ചെറിഞ്ഞിട്ട് മാനവികതയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ മത തീവ്രവാദികളെ പ്രതിരോധിക്കാൻ കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നത്. ഒരു വാർത്ത കൂടി കേട്ടോ. സനാതന ധർമ്മം വെറും ഒരു മതമല്ലെന്ന സത്യം മനസ്സിലാക്കി നൂറുകണക്കിന് ആളുകൾ സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തി. ഛത്തീസ്ഗഡിലെ സാരൻഘട്ടിൽ നടന്ന ഗർവാപസി പരിപാടി ആണ് സംഭവം. ഒക്ടോബർ 30 വിരാട് ഹിന്ദു സമ്മേളനത്തിൽ ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടിയുള്ള ഐക്യത്തിന് ഊന്നൽ നൽകിയ സന്യാസിമാരും ധർമ്മജാഗരൺ അംഗങ്ങളും പങ്കെടുത്തു. ധാരാബഡയിലെ ഹാൻഡി ഹവായ് ഭട്ടിക്ക് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ മറ്റു മതങ്ങൾ സ്വീകരിച്ചു. അതായത് മതം ഏതു മതവും ആർക്കും സ്വീകരിക്കാം. അതാണല്ലോ ഒരു ജനാധിപത്യം. ഓരോരുത്തരും അവനവൻ ഇഷ്ടമുള്ള രൂപത്തിൽ മതം സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്ത് അവർ മുന്നോട്ട് പോട്ടെ. നിങ്ങൾക്ക് എന്താണ് അതിന്? അപ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ മാത്രം അവരെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ ഇസ്ലാം മതം വിട്ടവരെ കൊല്ലാനാ നടക്കുന്നത്. അതെന്താ അങ്ങനെ? മറ്റുള്ളവരും അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഇങ്ങനെ വളർത്താൻ പറ്റുമോ? അപ്പോ ഇവിടെ അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഉൾക്കൊണ്ടാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെയും വിവരത്തിന്റെയും അഭാവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം ചക്കരയാണ്, മറ്റുള്ളവർക്ക് അങ്ങനെയാണ് എന്ന് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമില്ലേ ഇവിടെ ഉള്ളൂ, അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ പല രാജ്യങ്ങളും കിണ്ടിയെടുത്ത് വെളിയിലെറിയുന്നത് പോലെ ഈ സ്വതന്ത്ര ഭാരതവും നിങ്ങളെ കിണ്ടിയെടുത്ത് വെളിയിലെറിയും. നിങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമുണ്ട്, പക്ഷേ ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എങ്ങോട്ട് പോകും? ബംഗാൾ ഉൾക്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം, വേറെ വഴിയില്ല. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി.